അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 1ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പൊതുപരീക്ഷാ ക്ലാസ്സാണ്. കുട്ടികളെ സംബന്ധിച്ച് വലിയ ദൂര സംഭവമായിട്ട് കാണുന്ന ഒരു സമയമാണ് 5ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് പറയാനുള്ളത് ഏറ്റവും രസകരമായി, ഏറ്റവും സിമ്പിളായി, വളരെ എളുപ്പത്തിൽ നമുക്ക് പരീക്ഷ കടന്നു പോകാനും ഏറ്റവും സുന്ദരമായി പഠിക്കാനും കഴിയുന്ന രീതിയിലാണ് 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. പാഠങ്ങൾ വളരെ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായി പരീക്ഷയെ നേരിടാൻ കഴിയും, നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇന്ന് ലിസാനുൽ ഖുർആനിലെ 1ാമത്തെ പാഠം 2ാമത്തെ പാഠം നോക്കുന്നത്. 1ാമത്തെ പാഠം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. നമുക്ക് 2ാമത്തെ പാഠം മുതൽ തുടങ്ങാം. ഈ 2ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മാളിയാണ്, മുളാരിയാണ്. എന്താണ് മാളി, എന്താണ് മുളാരി എന്നുള്ളത് ഇതിലിങ്ങനെ ഒരു റെഡിഷ് കളറിൽ കൊടുത്തത് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം ഒരേപോലെയല്ലേ കൊടുത്തത്. ആദ്യം യക്കല എന്നാണെങ്കിൽ രണ്ടാമത്തത് യക്കൂലു എന്നാണ്. രണ്ടാമത്തത് കാല എന്നാണെങ്കിൽ അടുത്തത് എന്താണ്, യദ്കുറു എന്നാണ്. അതിൽ സെൻറ്റൻസ് വെച്ചത് തന്നെ മാറ്റമുണ്ട്. അപ്പം അങ്ങനെയുള്ള മാറ്റത്തിനാണ് നമ്മൾ മാളി മുളാരി എന്നൊക്കെ പറയാം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മാളി എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് മാളി പറയാം. ഞാൻ വെള്ളം കുടിച്ചു, ഞാൻ ഫുഡ് കഴിച്ചു എന്നൊക്കെ പറയാം. എന്നാൽ മുളാരി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാം. ഞാൻ വെള്ളം കുടിക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ മുളാരിയെയും കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ മാളിയുമാണ്. അതാണ് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് പഠിക്കാനുള്ളത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് പെട്ടെന്ന് നടക്കാം. പാഠത്തിൻ്റെ പേര് യഖില ജുനൈദുൻ. ജുനൈദ് ഉണർന്നു. ജുനൈദ് ഉറങ്ങായിരുന്നു. അങ്ങനെ ജുനൈദ് എന്ത് ചെയ്തു, ഉണർന്നു. യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. മുബക്കിറൻ, അതിരാവിലെ. ഖബ്ലിൽ ഫജ്രി, പ്രഭാതത്തിന് മുൻപ് തന്നെ ജുനൈദ് എന്ത് ചെയ്തു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എന്നിട്ടോ വഖാല, അവൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാ അമാതനി വ ഇലൈഹി നുശൂർ. അത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ പറയുന്ന ദിക്റാണ്. ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതി എന്ന് പറയണം. വജലസ, അവനിരുന്നു. അലൽ ഫിറാശി, പുതപ്പിൽ അവനിരുന്നു, അഥവാ വിരിപ്പിലിരുന്നു. ബുർഹത്തൻ, ഒരു അല്പസമയം. ബുർഹത്തൻ എന്ന് പറഞ്ഞാൽ അല്പസമയം. കാമ, എന്നിട്ട് അവൻ എഴുന്നേറ്റു. വദഖല, ഇത് കാല് വെച്ചുകൊണ്ട്. എന്നിട്ട് ടോയ്ലറ്റിൽ കയറിയിട്ട് വഹോ യക്കൂൽ, അവൻ പറയുന്നു. ടോയ്ലറ്റിൽ കയറി എന്നിട്ട് ഇടതുകാലം വെച്ച് കയറിയ സമയത്ത് വഹോ യക്കൂൽ, അവൻ പറയുന്നു. എന്താ അവൻ പറയുന്നത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി. ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും എന്ത് ചെയ്യണം, കാവൽ തേടുകയാണ്. ഖലാ ഹാജതഹു, സ്വാഭാവികമായിട്ട് ടോയ്ലറ്റിൽ കയറി എന്തുണ്ടാവും, നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ടാവും. ഖറജ മിനൽ ഖലാഇ മുഖദ്ദിമൻ റിജ്ലഹുൽ യുംന, ടോയ്ലറ്റിൽ നിന്ന് എന്ത് ചെയ്തു, വലത് കാല് വെച്ച് അവൻ പുറത്തിറങ്ങി. അസവജലബിൽ അദ്കറിലെത്തി താലം അവൻ സഫർ റാബി, 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ദിക്റുകൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെയോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ യഖിലുണ്ട്, ഖാലുണ്ട്, അമാതനി, അഹ്യാനി, കാമ, ജലസ, ദഖല, ഖല, ഖറജ, തഅല്ലമ. അത് ഒരു സെറ്റാണ്. അത് മാളിയാണ്. യഖൂലു, യദ്കുറു എന്നുള്ളത് എന്താണ്, മുളാരിയുമാണ്. ഓക്കെ, ഇത് മാളിയ. യെല്ലോ കളറിലുള്ളത് മുളാരിയാണ്. പച്ച കളറിലുള്ളത് മാളിയാണ്. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.